പോറ്റിപ്പെടുത്തിയോ എന്നാണ് ചോദ്യം. പോറ്റിപ്പെടുത്തിയോ? പോറ്റി യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കുറേ നൽകാൻ 90 ദിവസം കഴിഞ്ഞു ഇപ്പോൾ ഈ ചർച്ച നടന്നു. പോറ്റി അറസ്റ്റ് ചെയ്തിട്ട് ഒരു കേസിൽ 90 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, ഇവർ ഈ ധാർമ്മികത ഈ പൊളിറ്റീഷ്യൻസിൻ്റെ ധാർമ്മികത എന്നും എന്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. നമ്മളൊരു പ്രധാനപ്പെട്ട ഒരാൾ, ഒരു രാഷ്ട്രീയ പാർട്ടീൻ്റെ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ട് CPM ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തിനാ അത് സസ്പെൻഡ് ചെയ്യാതെ മാറ്റിയെടുത്ത്? ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ പത്മകുമാറിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ട് മാറ്റിയെടുത്തേക്കുന്നു? അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയ അയാൾ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പോകുന്നില്ലല്ലോ. സസ്പെൻഡ് ചെയ്തുകൂടെ? അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ തിരിച്ചെടുക്കാം. പക്ഷേ സസ്പെൻഡ് ചെയ്തു, മാറ്റി നിർത്തിയിരുന്നില്ല. അനുസാർ നേരത്തെ പറഞ്ഞ പോലെ CPM പറഞ്ഞുകൂടായിരുന്നു. അത് ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഇത് ഇന്ന് ഹൈക്കോടതി എന്താ പറഞ്ഞത്? കൂട്ടക്കൊള്ളയാണ് നടന്നതെന്ന് പറഞ്ഞത്. ശബരിമലയിൽ കൂട്ടക്കൊള്ളയാണ് നടന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാം. ഇതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താ? പിന്നെ ഈ കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടുള്ളത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമാണ്. ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് പോയ വീട് വേറെയില്ല. ഏത് കട്ട മുതൽ വാങ്ങിയ ആൾ ഒന്നിച്ച് പോയ സ്ഥലം വേറെ ഇല്ലയെന്ന്. അത് സോണിയാഗാന്ധിൻ്റെ വീടാണ്. അവിടെ പോയിട്ടുണ്ട്. അവർ ആ ഫോട്ടോ പുറത്ത്. എന്താണ് ഇവർ അതിനെക്കുറിച്ചൊന്നും മറുപടി പറയാത്തത്? കോൺഗ്രസ് എന്താ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാത്തതെന്നാണ് എനിക്കറിയാത്തത്. കാരണം അടൂർ പ്രകാശ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, ആൻ്റോ ആൻ്റണി ഒന്നും പറയുന്നില്ല, സോണിയാഗാന്ധി ഒന്നും പറയുന്നില്ല, KC വേണുഗോപാലൊന്നും പറയുന്നില്ല, വീട്ടിൽ പോയതിനെക്കുറിച്ച് പറയുന്നില്ല, ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിത്യസന്ദർശനായ അടൂർ പ്രകാശ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നിട്ട് ധാർമ്മികത എന്ന് പറയും. അത് എന്ത് ധാർമ്മികത? അത് മനസ്സിലാകുന്നില്ല. പക്ഷേ ഒരു കാര്യം പിന്നെ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതെന്ന് വെച്ച് പാട്ടൊക്കെ പാടി ഗംഭീരമായിട്ട് മുന്നോട്ട് പോയതാണ്. ഇപ്പോൾ നേരത്തെ അരുൺ സാർ പറഞ്ഞ പോലെ ED വരുന്നതോടുകൂടി ഉണ്ടല്ലോ വേറൊരു പ്രശ്നം വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കോൺഗ്രസ് ഒരു പ്രശ്നം വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് ക്ലാരിറ്റിയോടുകൂടി ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്താ ED വരുന്നതോടുകൂടി ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലല്ല ED വരാൻ പോകുന്നത്. ഈ കേസ് SIT എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്. ED വരാൻ പോകുന്ന രാഷ്ട്രീയ നിയന്ത്രണത്തിലാണ്. ഇനി രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഘോഷയാത്രയായിരിക്കും നടക്കാൻ പോകുന്നത് കേരളത്തിൽ. നോക്കിക്കോളൂ നിങ്ങൾ, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ 13 ഇടത്തല്ലേ റെയ്ഡ് നടത്തിയത്? 21 ഇടത്ത് റെയ്ഡ് നടത്തിയിട്ട് എന്തേ തന്ത്രിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താത്തത്? തന്ത്രിയുടെ വീട് എന്തുകൊണ്ട് റെയ്ഡ് നടത്തിയിട്ടില്ലെന്ന് അന്വേഷിക്കണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ രാഷ്ട്രീയം പോകുന്നത് എങ്ങനെയാണ്? BJP സംസ്ഥാന നേതൃത്വം ആദ്യം തന്നെ വന്ന് പറഞ്ഞു, തന്ത്രിയുടെ വീട്ടിൽ തന്ത്രി ഇതിൻ്റെ ഭാഗമാക്കുക, തന്ത്രിയെ ചാരി രക്ഷപ്പെടാമെന്ന് കരുതണ്ട. KC വേണുഗോപാൽ വന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, തന്ത്രിയെ ചാരി രക്ഷപ്പെടാം എന്ന് കരുതണ്ട. തന്ത്രിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയില്ലെങ്കിൽ ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ തന്ത്രിയാണെന്ന്. ആ മുഖ്യസൂത്രൻ തന്ത്രിയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്താതെ ആ കാര്യങ്ങളൊന്നും നോക്കാതെ ബാക്കിയുള്ള എല്ലാവരും വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം ഫോക്കസ് ചെയ്ത് പോവാണ്. നേരത്തെ ജിമ്മി സാർ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണോ യഥാർത്ഥ കൊള്ളക്കാരെന്ന് ആർക്കറിയാം? ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അതെങ്ങനെ തെളിഞ്ഞു വന്നോ? നമ്മുടെ മുന്നേ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ട്. അതൊരു തുടക്കം എന്നുള്ളതിനേക്കാൾ അപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ എത്രയാണ്? ഞാൻ പറഞ്ഞത് 44 ഗ്രാം സ്വർണ്ണത്തിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി? 4400 സംതിങ് ഗ്രാമായി. 4400 ഗ്രാമിലധികം സ്വർണം കൂടുതൽ കട്ടുകൊണ്ടുപോയി. 44 ഗ്രാമിൽ തുടങ്ങിയതാണ്. ഈ 4400 സംതിങ് ഗ്രാം സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് കൊണ്ടുപോയിട്ടുണ്ടാവുക? അങ്ങനെ ചിന്തയുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ 10, 30, 20 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെ മാത്രം 2017 തുടങ്ങി 2026 വരെ ആയല്ലോ. 26 വർഷം 19 വർഷമായി. ഈ 19 വർഷത്തോടെ ഈ 4 മന്ത്രിമാരെ കണ്ടിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിനെയും ഈ പറഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണനെയും ഈ അടൂർ പ്രകാശിനെയും ആൻ്റോ ആൻ്റണീനെയും സോണിയാഗാന്ധിനെയും മാത്രമേ കണ്ടിട്ട് വിചാരിക്കുന്നത്? അങ്ങനെയല്ല. ശബരിമലയിൽ വന്ന എല്ലാ കോടീശ്വരന്മാരെയും കണ്ടിട്ടുണ്ടാവും. എല്ലാ കോടീശ്വരന്മാരെയും ശബരിമലയിൽ പൂജയ്ക്ക് കൊണ്ടിട്ടുണ്ടാവും. എല്ലാ കോടീശ്വരന്മാരുടെ കയ്യിൽ നിന്നും അവിടെ പടിപൂജയ്ക്കും എല്ലാ കാര്യത്തിനും പൈസയും മേടിച്ചിട്ടുണ്ടാവും. എല്ലാം നടത്തിയിട്ടുണ്ടാവും. ഇതൊക്കെ അന്വേഷിക്കില്ലേ? ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ എവിടെയാണ് പോയി എത്തി നിൽക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഞാൻ പറയുന്നത് ഗോവർദ്ധൻ കൂടെ നടക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട്. കാരണം ഡെയിലി സ്വർണ്ണം കിട്ടിക്കൊണ്ടിരിക്കുക, വേറെ കച്ചവടം നടത്തണ്ട, ഡെയിലി സ്വർണ്ണം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ കൊള്ള നടന്നിട്ട് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്നും ഇതങ്ങനെയല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരു പ്രശ്നം കോൺഗ്രസ് വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്താ പറയുക, ഈ ഇലക്ഷന് മുമ്പ് വലിയ എന്തെങ്കിലും ഒരു നോട്ടീസ് സോണിയാഗാന്ധിക്ക് കൊടുത്താൽ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. സോണിയാഗാന്ധിക്ക് ED ഒരു നോട്ടീസ് കൊടുക്കാം. ഞാൻ പറയും SIT നോട്ടീസ് കൊടുക്കേണ്ടി വരും. SITക്ക് നോട്ടീസ് കൊടുക്കാതെ മാറിക്കാൻ പറ്റില്ല. രാഷ്ട്രീയ മര്യാദ കൊണ്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഞാൻ പറയുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലല്ല. ഞാൻ പറയുന്നത് ഈ വേറെ ആൾക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോട്ടോ ഇല്ല. ഇത് ഏക സോണിയാഗാന്ധിക്ക് മാത്രം ഗിഫ്റ്റ് കൊടുത്ത ഫോട്ടോയേ ഉള്ളൂ. പക്ഷേ അത് ധാർമ്മികമായിട്ട് സോണിയാഗാന്ധി അത് മേടിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്താണ്
ചോദിക്കേണ്ടി വരും. എന്തിന് സോണിയാഗാന്ധിനെ കണ്ടു, അല്ല, എന്തിനാ അവിടെ വന്നു, gift എന്താണ് ചോദിക്കേണ്ടി വരും. അത് ചോദിക്കാതെ മാറിക്കാൻ പറ്റില്ല. വേറെ അപകടം എന്ന് അറിയോ, ആ കെട്ടിക്കൊടുത്തിരിക്കുന്നത് ചരടല്ല, അതിനകത്ത് ഗോൾഡിന്റെ അംശം ഉണ്ടെങ്കിൽ വീണ്ടും അല്ല, ഞാൻ പറയുന്നത് സോണിയാഗാന്ധി അതിന് മറുപടി പറയേണ്ടി വരും. അത് SIT ആണെങ്കിൽ ചോദിക്കേണ്ടി വരും, ED ആണെങ്കിൽ ചോദിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ടാണ് സോണിയാഗാന്ധി ചോദിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറയല്ല, സോണിയാഗാന്ധി ചോദിക്കും. കാരണം അവർ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നു. കടകംപള്ളി സുരേന്ദ്രൻ എന്താ വിളിച്ച് ചോദിച്ചേ, നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചത് അല്ലേ? ഇതേ ചോദ്യം ആരോട്, അടൂർ പ്രകാശിനോട് ചോദിക്കേണ്ടി വരും. ഇതേ ചോദ്യം സോണിയാഗാന്ധിയോട് ചോദിക്കേണ്ടി വരും. ഇതേ ചോദ്യം ആന്റോ ആന്റണി ചോദിക്കേണ്ടി വരും. ചോദിക്കാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ചോദിക്കാതെ പിന്നെ എന്താ അന്വേഷണമെന്ന് ജനങ്ങൾ ചോദിക്കില്ലേ? നിങ്ങൾ കോൺഗ്രസ്സുകാരെ മുഴുവൻ ഒഴിവാക്കിയിട്ട് എന്താ അന്വേഷണം എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അതുമാത്രം 2006 തുടങ്ങിയിട്ടുള്ള ഇങ്ങോട്ട് കണക്കിപ്പോൾ ഓൾറെഡി പുറത്ത് വന്നല്ലോ. 2006 തുടങ്ങിയിട്ടുള്ളത് പറഞ്ഞു. 2006 തുടങ്ങി 2026 വരെ ഭരിച്ചിട്ടുള്ള എല്ലാ ഭരണസമിതിയുടെ ആൾക്കാരോട് ചോദിക്കേണ്ടി വരില്ലേ? പറയില്ലേ? ഈ പറഞ്ഞ കൊടിമരത്തിൻ്റെ സ്വർണം എന്താ ചെയ്തതെന്ന് ചോദിക്കേണ്ടി വരില്ലേ? അതിൻ്റെ വാജിവാഹനത്തിൻ്റെ കാര്യം ചോദിക്കേണ്ടി വരില്ലേ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇത് എവിടെയാണ് വന്ന് നിൽക്കുക? അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഇത് ആഘോഷിച്ച് കയ്യിൽ നിന്ന് പോയ ഒരു സാധനമാണ് കോൺഗ്രസ്സിന്. വലിയ രീതിയിൽ ആഘോഷിച്ചു, അത് കയ്യിൽ നിന്ന് പോയി. ഇതിപ്പോൾ തിരിച്ചടിയാവുകയാണ്. ഞാൻ പറയുന്നത് അയ്യപ്പൻ്റെ പാട്ട് വെച്ചിട്ട് കോമാളിത്തരം കാണിച്ച ഇതിനും അയ്യപ്പനും അത് കാണുന്നുണ്ടല്ലോ. അയ്യപ്പൻ എന്താ കണ്ടത്? എൻ്റെ ശബരിമലയിൽ നിന്ന് എൻ്റെ സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയതിന് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചതിന് വെറുതെ കൂടെ വിചാരിക്കുന്നത്. അങ്ങനെ ഈ അയ്യപ്പനുണ്ടെന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ അയ്യപ്പൻ അപ്പോൾ അത് വെച്ചിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് കൂടെ നടത്താൻ വിചാരിച്ചവർ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ് അപ്പോഴും ഈ ഫോട്ടോ ഉണ്ട് കേട്ടോ. ഈ ഇലക്ഷൻ്റെ സമയത്ത് ഈ ഫോട്ടോ ഉണ്ട്. അതിന് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം കയറി അടിക്കുമായിരുന്നല്ലോ. കയറി അടിക്കുമായിരുന്നു. ഈ പത്മകുമാർ എന്ന് പറയുന്ന ആരാ? ജില്ലാ കമ്മിറ്റി അംഗം അല്ലേ? അത്രയല്ലേ എത്തിയിട്ടുള്ളൂ. സോണിയാഗാന്ധി ജില്ലാ കമ്മിറ്റി അംഗമല്ലല്ലോ. ഏത് പോസ്റ്റിലായിരിക്കണേ? ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ. പത്മകുമാർ പിന്നെ MP അല്ലല്ലോ പത്തനംതിട്ടയിലെ, അല്ലെങ്കിൽ ആറ്റിങ്ങലിലെ. അടൂർ പ്രകാശ് ആറ്റിങ്ങലിലെ MP ആണ് അല്ലേ? ഏത് പത്തനംതിട്ടയിലെ MP ആരാ? ആന്റോ ആന്റണി അല്ലേ? ഇവരെല്ലാവരും കൂടെ നിന്നിട്ടാണ് എവിടെ പാട്ട് പാടിയത്? ഈ അടൂർ പ്രകാശും ആന്റോ ആന്റണി എല്ലാം കൂടെ നിന്നിട്ടാണ് പാർലമെൻറ്റിൻ്റെ മുന്നിൽ പോറ്റിയെ കയറ്റിയത് പാട്ട് പാടിയത് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഡെയിലി വീട്ടിൽ പോയ ആൾക്കാർ അല്ലേ, ഡെയിലി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി നിത്യ സന്ദർശനായ അടൂർ പ്രകാശും ആന്റോ ആന്റണി അടക്കമുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ പാർലമെൻറ്റിൻ്റെ മുന്നിൽ നിന്നിട്ട് പോറ്റിയെ കയറ്റിയത് പാട്ട് പാടിയത്. അത് കയറ്റിയത് സഖാക്കളാണെന്നും പാടി. അപ്പം ഇവർക്ക് ഞാൻ പറയാം, മനസ്സിലൊരു ചെറിയ ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കത്തില്ലേ? ചെറിയൊരു തരുമ്പ് ഈ മനസ്സിനകത്തുണ്ടെങ്കിൽ, ഇദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ വീട്ടിൽ പോയതാണ് എന്നുള്ളതെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് അതുണ്ടെങ്കിലും മാറിക്കില്ലേ? വീട്ടിൽ പോയി ഭക്ഷണവും കഴിച്ചു. അതാ പറയണേ. അല്ല, അതെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മാറിയിക്കില്ല. നന്നില്ലല്ലോ. കൂടെ നിന്നൊരു പാടി അല്ലേ? കൂടെ ഒന്ന് പാടി. അപ്പം അല്ലെങ്കിൽ കൂടെ കേരളത്തിൽ നിന്ന് 19 MP മാരുണ്ടല്ലോ. 19 MP UDF-കാരാണല്ലോ. എന്നാൽ കൂടെ നിൽക്കുന്നവരാണ് വേണം. അത് വേണ്ടടാ. കാരണം അത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ള കൂടെയെങ്കിലും പറയണ്ടേ? അതുപോലെ പാടില്ല. നിന്ന് പാടിക്കൊടുത്തു. നിന്ന് പാടിയില്ലേ? ഇനി ആ പാട്ടിലുള്ള മറുപടി മുഴുവൻ പറയേണ്ടി വരും. ഇപ്പം എന്താ പറയുന്നറിയോ? അയ്യോ, ഒരു നോട്ടീസെങ്കിലും കിട്ടിയിട്ട് നിങ്ങൾ കുറ്റം പറഞ്ഞോളൂ. എന്തിനാ നോട്ടീസൊന്നും വേണ്ട. ധാർമ്മികതയാണല്ലോ ഇത്രയും നാൾ പറഞ്ഞത്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ മുഴുവൻ പറഞ്ഞത് ധാർമ്മികതയുണ്ടെങ്കിൽ, ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിനെ കണ്ടു, എന്തിന് അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു? ഈ ധാർമ്മികത അടൂർ പ്രകാശും ആന്റോ ആന്റണിയും സോണിയാഗാന്ധിയും KC വേണുഗോപാലും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ധാർമ്മികത കാര്യം പൂർത്തിയാവും. LDFിൻ്റെ ധാർമ്മികത ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. എന്ത് പത്മകുമാറിനെ പുറത്താക്കാതെ നിങ്ങൾ എന്ത് ധാർമ്മികത പറഞ്ഞാലും കാര്യമില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് 3 കാര്യം പറയാനുള്ളത്, കൂട്ടിച്ചേർക്കാനുള്ളതാണ്. ഈ പത്മകുമാറിനെ പുറത്താക്കിയില്ല എന്നത് മാത്രമാണ് CPM-ന്റെ പുറത്തുള്ള ആരോപണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഒരു ആസൂത്രണത്തിൽ പാളിച്ചു പറ്റി. ഒന്ന്, ഈ കനകോലുവിൻ്റേതാണ് ഈ പ്ലാനെങ്കിൽ അത് അമ്പയെ പരാജയപ്പെട്ടു. ഇതാദ്യം CBI ഈ കേസ് ഏറ്റെടുക്കണമെന്ന് നിയമസഭയിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവാണ്. SIT-യെ തള്ളിപ്പറഞ്ഞ് ഈ അന്വേഷണം CBIക്ക് വിടണമെന്ന് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഈ സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രം തിരിച്ചടിക്കുമെന്ന് ഒരു ധാരണയുണ്ടായിരുന്നില്ല. പ്ലാൻ A പൊട്ടിയത് ആ ഘട്ടത്തിലാണ്. പക്ഷേ CBI അല്ല ഈ കേസ് ഏറ്റെടുത്താൻ പോയത്. അതിനേക്കാൾ മാരകമായി ED വന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, പാട്ടിനെ പ്രചരിപ്പിക്കാൻ തീരുമാനിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ആ വിധിയോടുകൂടി അത് അവിടെ അവസാനിക്കുമായിരുന്നു. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ആ പാട്ടിനെ ഏറ്റെടുത്ത് ആഘോഷിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വലിയ പ്രചരണായുധമാക്കി മാറ്റാൻ തീരുമാനിച്ചെടുത്ത രണ്ടാമത്തെ മിസ്റ്റേക്ക് പറ്റി. അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ച് പലതവണ സന്ദർശനം നടത്തിയ അടൂർ പ്രകാശ് ഒരു ഉളുപ്പുമില്ലാതെ ആ പാർലമെൻറ്റിൻ്റെ പുറത്തിറങ്ങി നിന്ന് ഈ പാട്ട് പാടി എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഇതുവരെയും കൃത്യമായ വിശദീകരണം നൽകിയിട്ടില്ല. അതിൽ ആന്റോ ആന്റണി ഉൾപ്പെട്ടിരുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിനെ ഇപ്പോഴും രാഷ്ട്രീയമായിട്ട് തള്ളിപ്പറയാൻ, അതായത് ഇതിൽ രാഷ്ട്രീയമില്ലെന്നും തന്ത്രിയെ അടക്കം ED-യെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്ന് ഉയരുന്നില്ല എന്നുള്ളതാണ് കാര്യം. അവരെല്ലാം വിചാരിച്ചിരിക്കുന്നത് ഇത് കടകംപള്ളി സുരേന്ദ്രനെ പെടുത്തി, ഇത് CPM-നെ പെടുത്താൻ വേണ്ടി വന്നതാണ്. അല്ല, ഇത് ഈ ED-യുടെ വരവ് കടകംപള്ളി സുരേന്ദ്രനോ പിണറായി വിജയനോ ലക്ഷ്യമിട്ട് മാത്രമല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇത് ലാസ്റ്റ് പാർട്ട്.
Meet the editors.